എന്താണ് CPM മുന്നോട്ട് വെക്കുന്ന അവബോധനം? പ്രധാനപ്പെട്ട 1935 വിധവാ വിവാഹം നടത്തി. ആരോടാണ് ഈ പറയുന്നത്? നമുക്ക് 1400 വർഷം മുമ്പ് പ്രവാചകൻ അദ്ദേഹത്തിന് 25-ാം വയസ്സിൽ 40 വയസ്സുകാരെ ഒരു വിധവയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോട് ഈ 35-ലെ വിധവാ വിവാഹം എന്തൊരു ഭയങ്കര നവോത്ഥാന സംഭവമാണ്. ആദ്യമായിട്ട് കേരളത്തിൽ വിധവാ വിവാഹം നടക്കാൻ നോക്കൂ. അതിനു മുമ്പ് തൗസൻഡ്സ് ഓഫ് വിധവാ വിവാഹങ്ങൾ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട്, ആദിവാസി കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട്, ദളിത് കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞു ലോകത്തുള്ള കുഞ്ഞു കാര്യങ്ങളാണ് ലോകത്തെ വലിയ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നതിന്റെ ഒരു പ്രശ്നം. സാധാരണ സൂഫി ഇസ്ലാം, സ്പിരിച്വൽ ഇസ്ലാമിന്റെ ആള് എന്നൊക്കെ ഹമീദ് മാഷപ്പോലുള്ള ആളുകൾ പറയുന്ന മമ്പറം തങ്ങൾ, മമ്പർ ഫസൽ പൂക്കോയ തങ്ങൾ, മമ്പറും ഫസൽ പൂക്കോയ തങ്ങൾ മമ്പറം പള്ളിയിൽ എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങൾ ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്. ഉഴവ് കഴിഞ്ഞാൽ നുകമെടുത്തു മാറ്റുന്നതിന് മുമ്പ് കൂലി ചോദിച്ചിരിക്കണം. ഉഴവ് കഴിഞ്ഞാൽ നുകം എടുത്തു മാറ്റുന്നതിന് മുമ്പ് കാളയുടെ മുതുകിൽ നിന്ന് നുകം എടുത്തു മാറ്റുന്നതിന് കൂലി ചോദിച്ചിരിക്കണം. തിരുമേനി എന്ന് വിളിക്കരുത്. ഇത് ആരാ പറയുന്നത്? മമ്പറം തങ്ങൾ. അപ്പൊ ഇത് പൊളിറ്റിക്സ് ആണോ? ഇത് സ്പിരിച്വാലിറ്റി ആണോ? ഇത് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? അപ്പൊ ഇത് സാധ്യമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഹമീദ് മാഷി ചോദിക്കുന്നത് 14 ഇസ്ലാമിന്റെ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലൊക്കെ ഐഡിയോളജി എന്ന് ആരും ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, ഐഡിയോളജി എന്ന വാക്ക് ആധുനിക സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാനത്തിലൊരു വാക്കാണ്. അത് പണ്ടുണ്ടായിരുന്നു ഒരു പ്രൊഫസർ അങ്ങനെ ചോദിക്കാൻ പാടില്ല.